ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നു. ആ പെണ്ണ് ചോദിച്ചു, മാലക്, നിനക്ക് എന്ത് വേണം? എവിടെ ചെന്നാലും അല്ലെ, ബസ് കയറാൻ പോകുമ്പോ അതിന്റെ പിന്നാലെ, സ്കൂളിൽ പോവാണ് അതിന്റെ പിന്നാലെ, ഇങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. നിനക്ക് എന്ത് വേണമെന്ന് പെണ്ണ് ചോദിച്ചു. പറഞ്ഞു, മവദ്ദ, സ്നേഹം. ഇപ്പൊ തുടങ്ങിയൊന്നല്ലത്. നമ്മുടെ സീരിയലുകാരും സിനിമക്കാരൊക്കെ പറയുന്നതിനൊക്കെ മുമ്പ് ഇത് ലോകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും പറഞ്ഞിട്ടുള്ള സംഗതികളാ. അതൊന്നും പുത്തിരിയല്ല. ഇതിനൊക്കെ നേരിടാനുള്ള തന്റെ ഇടവും ബുദ്ധിയും അന്ന് സത്യവിശ്വാസികൾക്കുണ്ടായിരുന്നു. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു. സ്നേഹം കേൾക്കുമ്പോഴേക്കും വീഴ, ഓടുകയാണ്, ചാടുകയാണ്, ഇറങ്ങി പോവുകയാണ്. കുട്ടികൾ, മക്കളുണ്ടോ, ഭർത്താവുണ്ടോ, വാപ്പുണ്ടോ, നാടെന്താ, എന്റെ ദീനേതാ, അതൊന്നും വിഷയമല്ല. കണ്ടവന്റെ കൂടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ എന്തോ ആയിക്കോട്ടെ ഇറങ്ങി പോവാണ്. ഇങ്ങനെയുള്ളൊരു ബുദ്ധിയില്ലാത്ത കാലല്ല. ഈ പെണ്ണ് ചോദിച്ചു, അല്ല എന്നോട് സ്നേഹോ? ഏത് വകുപ്പില്? ഒന്നില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം. നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ ആലോചിച്ചിട്ട് പറ. ദീനനുസരിച്ച് നിനക്ക് മനസ്സിലാവണില്ലെങ്കിൽ നിന്റെ ബുദ്ധിയോട് ചോദിക്കുക, നീ ചെയ്യുന്നത് തെറ്റാണ്. പറഞ്ഞു, എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. എന്നാലേ ഈ സ്നേഹം നമുക്ക് യൗമുത്തഗാബുനിലേക്ക് മാറ്റിവെക്കാം. അവിടുന്ന് നമുക്ക് സ്നേഹിക്കാം. എന്താ യൗമുത്തഗാബുൻ? സൂറത്തുൽ ഖുർആനിലെ സൂറയുടെ പേരാ തഗാബുൻ. തഗാബുൻ എന്ന് പറഞ്ഞാൽ ളുഹൂറുൽ ഗബ്നി, മറച്ചുവെച്ചത്, എക്സ്പോസ് ചെയ്യപ്പെടുന്ന ലോകം. മഹ്ശറ അല്ലെ, സ്വകാര്യമായി സീക്രട്ടുകൾ മറച്ചുവെച്ച തിന്മകളെല്ലാം അള്ളാഹു പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. അതിനാണ് യൗമുത്തഗാബുൻ. നമുക്ക് അന്നാക്കാൻ നമ്മുടെ ലവവും സ്നേഹവും എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ അന്തസ്സുള്ള പെൺകുട്ടികൾ മുസ്ലിം ഉമ്മത്തിലുണ്ടായിട്ടുണ്ട്. ഒരു അറാബി കഥ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പെണ്ണിന്റെ പിന്നാലെ ഇയാളും പിന്നാലെ നടന്നു. എന്താ പ്രശ്നം? സ്നേഹമാണ്. ആ പെണ്ണ് ചോദിച്ചു, അള്ളാനെ പേടിക്കണില്ലേ? നീ അള്ളാനെ ഭയപ്പെടുന്നില്ലേ? എന്തിനിപ്പോ ഭയപ്പെടാൻ? ഇവിടെ ഞാനും നീയും ഈ നക്ഷത്രങ്ങളല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. നക്ഷത്രങ്ങൾ ആകാശത്ത്, ഞാനും നീയും, എന്തിനാണ് പേടിക്കേണ്ടത്? പെണ്ണ് ചോദിച്ചു, നക്ഷത്രങ്ങൾ ഉണ്ടല്ലേ, ഈ നക്ഷത്രങ്ങളെ പടച്ചവൻ എവിടെ എന്ന് ചോദിച്ചു. അന്നേരം തൗബ ചെയ്ത് മടങ്ങിയ അറാബിയ മനുഷ്യൻ, നീ ചെയ്യൂല. ഇത് തിരുത്തി കൊടുക്കാൻ കഴിയുന്ന പെൺകുട്ടികളാ ഉമ്മത്തിന് വേണ്ടത്. തോന്നിവാസൊക്കെ എല്ലാവർക്കും തോന്നും, പക്ഷെ തിരുത്താൻ കഴിയണം, തടഞ്ഞിടാൻ കഴിയണം, അള്ളാഹുവിനെ പേടിച്ച് പിന്മാറാൻ കഴിയണം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ വാട്സപ്പും അതുപോലെ നെറ്റും ഫേസ്ബുക്കും അങ്ങനെ കിതാബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാ. ഞാൻ ഒരു മെസ്സേജ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഞാനത് ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടുകളിൽ, നിങ്ങളുടെ ഹിസാബുകളിൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ, ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്, നിങ്ങളുടെ മഹറമല്ലാത്ത ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലുണ്ടോ? ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് രാത്രിക്ക് രാത്രി, ഇല്ലെങ്കിൽ നാളെ അവരെ നിങ്ങൾ മാറ്റി. എന്റെ ഒന്നല്ല, ബഹുമാനവും സർവ്വ ആദരവും സ്നേഹവും ഒക്കെ വകവെച്ചുകൊണ്ട് തന്നെ ഈ സ്നേഹം അള്ളാഹുവിന്റെ വഴിയിൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മോനെ, ഇനി മുതൽ നമ്മൾ തമ്മിലൊരു ബന്ധവും ഇല്ല കേട്ടോ. ഇത് പറയാനുള്ള തന്റെ ഇടവും, ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടുകളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഇരുത്തം നിങ്ങൾക്ക് മുതലായി. അല്ലെങ്കിൽ പറഞ്ഞത് വാല്, നമ്മൾ ചെയ്യുന്നത് മറ്റൊന്ന്. നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ആളുകളുമായല്ലാതെ കോണ്ടാക്ട്സുകൾ പറ്റില്ല, സന്ദേശങ്ങൾ കൈമാറാൻ പറ്റില്ല. നിക്കാഹ് ചെയ്യാതെ വെറും എൻഗേജ്മെന്റ് കഴിഞ്ഞു വന്ന ഭർത്താവ് എന്ന് പറയാനായിട്ടില്ല. അങ്ങനത്തെ ആൾക്ക് തന്റെ ഫിയാൻസയുമായി അല്ലെങ്കിൽ പ്രതിഷ്ഠിത വധുവുമായി പോലും സംസാരിക്കാനോ മെസ്സേജ് ചെയ്യാനോ പാടില്ലെന്ന ശറഅ് പറയാ. പിന്നെ എങ്ങനെ കോളേജ് പഠിച്ചു എന്ന് വിചാരിച്ച് എങ്ങനെ നിനക്ക് ഹലാലാവുക? കോളേജ് പഠിച്ചോന്നോ? കോളേജിൽ ആരെല്ലാം പഠിക്കുന്നുണ്ട്? കോളേജിൽ കൂടെ പഠിച്ച ആളാണോ, ചെക്കനാണോ, ചെക്കത്തിയാണോ? ഇതൊന്നും നിനക്ക് അള്ളാഹുവിനെ ചിന്തിക്കുന്ന ഒരു പെണ്ണെ, ഒരു ആണെ, ഇതൊന്നും ന്യായങ്ങളല്ല. നിനക്ക് ഭർത്താവുണ്ടോ? നിന്റെ ലോകം അതാണ്. നിനക്കൊരു ഭാര്യയുണ്ടോ? നിന്റെ ലോകം അതാണ്. കഴിഞ്ഞു. മറ്റേത് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ടല്ലേ, ശരീരത്തിന് ആഗ്രഹം കാണും, പിടിച്ചുവെക്ക്. എന്തേ? അള്ളാഹു നൽകാൻ പോകുന്ന സുഖങ്ങൾ നാളെ കാത്തിരിക്കാൻ. അത് ഇവിടുത്തെ സുഖം കൊണ്ട് ഞാൻ നശിപ്പിക്കണില്ല, വരാനിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ ജന്നതാനി, അവർക്ക് 2 സ്വർഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാന നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ, തിന്മ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കെ ഒരാൾ പിന്മാറിയാൽ ജന്നതാനി, അവർക്ക് 2 സ്വർഗമാണ് ഞാൻ നൽകാൻ പോകുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ.
നിങ്ങളുടെ രക്ഷിതാവായ എന്റെ ഏതനുഗ്രഹങ്ങളാണ്, ഏത് ഗുണങ്ങളാണ് നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകളാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരാ, എന്നെ പേടിച്ചു പിന്മാറിയോ? അങ്ങനെയാണ്. നാട്ടുകാരൻ തല്ലുകൊള്ളൂ എന്ന് പേടിച്ചിട്ടല്ല, നാട്ടുകാരറിയുമോ, തന്റെ ഭാര്യ അറിയുമോ, ഭർത്താവ് അറിയുമോ, ഈ പേടി കൊണ്ടല്ല. അതൊന്നുമല്ല. നമ്മൾ നൽകുന്ന മെഡിസിൻ ജീവിതകാലം കൊണ്ട് നടക്കാനുള്ള മെഡിസിനാണ് ഈ ആയത്ത്. ജീവിതകാലം കൊണ്ട് നടക്കാൻ. എന്റെ ഭർത്താവ് നിന്റെ പുറക്കില്ല എന്ന് വിചാരിക്കട്ടെ, ഭർത്താവ് ജോലിക്ക് പോയതാ, ജോലി കഴിഞ്ഞപ്പോ എപ്പോഴോ വരുള്ളൂ. അതിന്റെ ഇടക്ക് നിനക്ക് അള്ളാഹിനെ പേടിയില്ല, നിനക്ക് എന്ത് ഫിത്നയും ചെയ്യാം. പക്ഷെ നീ അള്ളാഹുവിനെ പേടിക്കുവേണ്ടേ? ചെറുപ്പക്കാരാ, നീ ജോലിക്ക് പോയതാ, നീ ചെയ്യുന്ന ജോലി ചെയ്യ്. അവിടെ പല ആളുകളും പല നാഷണാലിറ്റിക്കാരും കാണും, പലരും ജോലി ചെയ്യാൻ കാണും, ആണും പെണ്ണും കാണും. നീ നിന്റെ ജോലിയിൽ ഫോക്കസ് ചെയ്തോ, നിന്റെ കണ്ണിനെ സൂക്ഷിച്ചോ, നിന്റെ സംസാരത്തെ നീ ലിമിറ്റ് ചെയ്തോ, നിന്റെ സ്പർശനം, നീ നോക്കുന്നത്, നീ കാണുന്നത് ഹറാമിലേക്കായി പോവല്ല. ഇത് നീ സൂക്ഷിക്ക്. നിങ്ങൾ നല്ല നിലക്ക് അള്ളാഹിനെ പേടിച്ച് ശരീരം സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരും പെണ്ണുങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും അവരുടെ ശരീരം സൂക്ഷിക്കും. സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും നിങ്ങൾ ഖിദ്മത്ത് ചെയ്തേക്കണം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യും. ഭയങ്കര ഹദീസാണ്. നിങ്ങൾ ചാരിത്രശുദ്ധി സൂക്ഷിച്ചാൽ, നിങ്ങൾ അന്യൊരാണിലേക്കോ അന്യ പെണ്ണിലേക്കോ നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ അതുപോലെയായിരിക്കും നിങ്ങളോട് പെരുമാറുക. അവർക്കും ഈ ശുദ്ധി വരും. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യ സൂക്ഷിക്കും, നിങ്ങളുടെ ഭാര്യ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് സൂക്ഷിക്കുന്നു. വാപ്പമാരോട് ഉമ്മമാരോട് നല്ല നിലക്ക് പെരുമാറിയേക്കണം കേട്ടോ. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അങ്ങനെയാ പെരുമാറാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അൽ ബിർറു ലാ യബ്ലാ, ചെയ്യുന്ന നന്മകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല. വൽ ഇസ്മു ലാ യുൻസ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മറക്കപ്പെടുന്നില്ല. അല്ലാഹു അത് മറക്കൂല. നിങ്ങൾ ചെയ്യുന്ന നന്മ മാഞ്ഞു പോകില്ല, അതിന് അള്ളാഹു കൂലി തരും. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അള്ളാഹു മായ്ച്ചു കളയൂല, അതവിടെ ബാക്കിയുണ്ട്. അള്ളാഹു തആല അത് വിചാരണ ചെയ്യും. വദ്ദയ്യാനു ലാ യനാം, എല്ലാം വീക്ഷിക്കുന്ന തമ്പുരാനിന് ഉറക്കമില്ല, അള്ളാഹു ഉറങ്ങുന്നവനല്ല. യഅമൽ കമാ ശിഅത, നീ വേണ്ടതുപോലെ ജീവിച്ചോ. ഫകമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാ നിന്നോട് നാളെ പെരുമാറപ്പെടാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ബോധം നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അള്ളാഹു ബോധം നൽകുമാറാകട്ടെ.